മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ. ഈ 10 ദിവസത്തിനിടയിൽ ഇത്രയും പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ കിച്ചു രേണുവിനെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് രേണു വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. എന്നെ വിളിച്ച് തിരക്കി, ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് മറ്റേ കരഞ്ഞ് ഇട്ടേക്കുന്ന വീഡിയോയ്ക്ക് ശേഷം വന്ന വീഡിയോ ആണ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം രേണുസുതിയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. രേണുസുതി കിച്ചു ആ ഒരു ലൂപ്പ്, അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഗൈസ് ഈ ഒരു വീഡിയോ. ഞാൻ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. രേണു തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെയും കുറെ വീഡിയോസ് ആയിട്ട് വന്നു ഈ കിച്ചുവിന്റെ മൈ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്ന വീഡിയോയ്ക്ക് ശേഷം. ഭയങ്കര സാഡ് ആണ് ചേച്ചി, ഭയങ്കര കരഞ്ഞ് കൊണ്ടൊക്കെയാണ്. ഞാൻ വീഡിയോ പ്ലേ ചെയ്യാൻ, നിങ്ങൾക്ക് കണ്ടിട്ട് വിഷമം തോന്നരുത്, ഓക്കെ? ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എന്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. നമുക്ക് മനസ്സിലായി ചേച്ചി ഓക്കെ ആണെന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനകത്ത് വേറെ വീഡിയോ, സബ്സ്ക്രിപ്ഷൻ അല്ലാതെ കരഞ്ഞോണ്ടുള്ള വീഡിയോ, അത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ചേച്ചി 100 അല്ല 150% ഓക്കെ ആണെന്ന്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന്. ഇപ്പോഴീ പുതിയതായിട്ട് വന്ന പ്രശ്നം. അപ്പോഴാണ് ഞാൻ FB പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഷഫീന ബീവിയെ പറ്റിയാണ് പറയുന്നത്. എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ. അതെങ്ങനെയാണ് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആ ഒരു പ്രയോഗം ഒന്ന് എക്സ്പ്ലെയിൻ തന്നിരുന്നെങ്കിൽ നന്നായേനെ. ഷഫീന ബീവി കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ബന്ധപ്പെട്ടൊരു വീഡിയോയും പുള്ളിക്കാരത്തി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കിച്ചുവിന്റെ വീട്ടിൽ പോയിട്ട് കിച്ചുവായിട്ട് നിൽക്കുന്ന ഒരു സെൽഫിയാണ് ഇട്ടിരുന്നത്. ഈ ഒരു പോസ്റ്റിനെ പറ്റിയാണ് രേണു ഇപ്പോൾ വന്നിരുന്നത് പറഞ്ഞത്. ഷഫീന ബീബി കിച്ചുവിനെ തിരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് രേണുവിനെ അഗനിസ്റ്റ് ആക്കി. ഇതാണ് രേണുവിന്റെ വെർഷൻ. എനിക്ക് അങ്ങനെ തോന്നണില്ല. ഇവൻ 10-22 വയസ്സുള്ള ചെറുക്കനില്ലേ, ഈളാ കുഞ്ഞൊന്നും അല്ലല്ലോ. ഒരു ഷഫീന ബീവി ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ മാനിപ്പുലേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇതിന്റെ പുറകിൽ കുറെ കളികളുണ്ട്. അത് നമ്മൾ കാഴ്ചക്കാരാണ്, നമ്മൾ ഇതൊന്നും കാണുന്നില്ല. ഇവര് പറയാത്തതും ഇവര് മറച്ചു വെക്കുന്നതുമായിട്ടുള്ള, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന കുറെ കളികളുണ്ട്. കുറെ നാറിയ ചീഞ്ഞളിഞ്ഞ കഥകളുണ്ട്. അത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും നല്ല മുഖമൊക്കെ മാറും. ഈ കഥയിലുള്ള ആരും പുണ്യാളന്മാരല്ല, അത് മാത്രം മനസ്സിലാക്കുക. ഈവൻ കിച്ചു വന്ന് തന്റെ തെറ്റുകൾ ആ വീഡിയോയ്ക്കകത്ത് ഡ്രഗ്സ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും തുറന്നു പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കാഴ്ചക്കാരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, കേൾക്കുക, പോവുക. ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്ക് അറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും, ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും ആണ് നേരം. നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ നിൽക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അവര് പറഞ്ഞു ഇവര് പറഞ്ഞു ഒക്കെ പറഞ്ഞ് ഇതൊന്നും നമുക്ക് വന്ന് വീഡിയോയ്ക്ക് അതോടെ പറയാൻ പറ്റും. ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്നും അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളുമല്ല. അതൊക്കെ രേണു ഒന്ന് പറയുമെന്നും തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീഞ്ഞളിഞ്ഞ പരിപാടികളാണ്. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ രേണു കല്യാണം കഴിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. 21 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് കിച്ചുവിന് 11 വയസ്സ്. അവനെ അമ്മയായിട്ട് സ്വീകരിച്ചിട്ടാണ് കല്യാണം കഴിച്ചതെന്നാണ് രേണു പറയുന്നത്. തുടക്കകാലങ്ങളിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ആ പറഞ്ഞത് കറക്റ്റാണ്. കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ വീഡിയോയിലും കിച്ചു ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നല്ല കമ്പനി ആയിരുന്നു. ഞാനതൊന്ന് വെക്കാം. അപ്പോഴത്തേക്കും ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, രേണുസുതി, രേണുസുതി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ഞങ്ങളാദ്യം ഞാൻ കാണാമെന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി? അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്? അച്ഛന് ഇഷ്ടമാണോ? ഞാൻ ഇങ്ങനെ വെച്ചാൽ അച്ഛന് ഇഷ്ടമാണോ? നമുക്ക് ആ രീതിയിൽ പറഞ്ഞു.
ഇവിടെ കിച്ചുവിന് ഇഷ്ടപ്പെട്ടു, രേണുവും കിച്ചുവും തമ്മിൽ നല്ല കമ്പനിയായി. അതിനുശേഷമാണ് കൊല്ലം സുധി കിച്ചുവിൻ്റെ അടുത്ത് ആ കാര്യം ചോദിക്കുകയും അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് രേണുവിനെ കല്യാണവും കഴിക്കുന്നത്. ആ ഒരു കാര്യം രേണു പറഞ്ഞത് ശരിയാണ്. പിന്നീട് അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. ഇന്നീ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരും ഉണ്ട്, ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരും ഉണ്ട് ആ കുട്ടിയെ. ഇതിനകത്ത് വന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് 1.5 വയസ്സായപ്പോഴത്തേക്ക് ആദ്യ ഭാര്യ കിച്ചുവിന്റെ അമ്മ ശാലിനി ഇറങ്ങിപ്പോയി. പിന്നെ വന്നിട്ടുള്ള ആരാണ്? വീണയാണ്. വീണ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. വീണ കിച്ചുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം IFBയിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. സോ രേണു ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെനങ്ങാന്ന് വരെ കിച്ചു പൈസയ്ക്ക് വേണ്ടിയിട്ട് രേണുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസയൊക്കെ രേണു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഷഫീന ബീവി വന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു. എന്താ സംഭവിച്ചത് എന്ന് അറിയത്തില്ല എന്നാണ്. ആൻഡ് ഈ പൈസ ഇട്ട് കൊടുത്തതിന്റെ ഒരു പേയ്മെന്റ് ഹിസ്റ്ററിയും പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻഷോട്ടിനകത്ത് തന്നെ മാർച്ച് 5 തൊട്ട് മാർച്ച് 24, 2026 വരെയുള്ള ചെറിയ ചെറിയ എമൗണ്ട് ആണ്. 200, 300, 500 ഒക്കെ വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ 10-20 ദിവസത്തിനിടയിൽ ഇത്രയും പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ കിച്ചു രേണുവിനെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് രേണു ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഈ കാര്യം കിച്ചു സമ്മതിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ അടി വന്ന കിച്ചുവിന്റെ ഒരു കമന്റ് ഇതാണ്: ഹായ് ബ്രോ, അതിൽ പറഞ്ഞിട്ടില്ല അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. പിന്നെ അമ്മയായിട്ടുള്ള ഒരു കോണ്ടാക്ട് എന്തെന്ന് വെച്ചാൽ ആകെ എന്തെങ്കിലും പൈസ ചോദിക്കുന്ന മാത്രം ആണ്, വേറെ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വല്ലതും വീഡിയോ കോൾ ചെയ്യും, എന്നിട്ട് ആരെങ്കിലുമൊക്കെ കാണിച്ചു തരും, എന്നിട്ട് പറയും ഇപ്പോ ഇട്ട് തരാടാ, അതേ ഉള്ളൂ ഒരു കോണ്ടാക്ട്. ഇത് കിച്ചുവിന്റെ കമന്റ് ആണ്. കിച്ചു തന്നെ തുറന്ന് പറയുന്നുണ്ട് ഇവർ തമ്മിൽ ആ കൂടെയുള്ള ഒരു കോണ്ടാക്ട്. അമ്മ മകൻ ബന്ധമൊന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പൈസ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെറുക്കം വിളിക്കും, രേണു അത് ഇട്ട് കൊടുക്കും. അത് ഇന്നും ഇന്നലെ അല്ല, വർഷങ്ങളായിട്ട്. ഈ കൊല്ലം സുധി മരിച്ചതിന് ശേഷം അത്യാവശ്യം രേണുവിന്റെ കയ്യിൽ പൈസ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ രേണു ആ രീതി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. കിച്ചു ചോദിക്കുന്ന സമയത്തൊക്കെ ഈ രേണു പൈസ ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇതിപ്പം 100, 200, 500 ഓട്ട പറയാം, എത്ര ആണെങ്കിലും അവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ രേണു നിന്നിട്ടില്ല, കിച്ചു അവരെ കണ്ടിട്ടില്ല. കിച്ചുവിന്റെ വാക്കിൽ നിന്ന് തന്നെ ആ ഒരു കാര്യം ക്ലിയർ ആണ്. ഒരു ട്രാൻസാക്ഷൻ റിലേഷൻഷിപ്പ് മാത്രമേ ഇവർ തമ്മിലുള്ളൂ. മുൻപ് കൊല്ലം സുധി എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ എക്സാക്ട് സെയിം കാര്യം കിച്ചു തന്നെ മൈ ലൈഫ് സ്റ്റോറിക്കകത്ത് പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ പൈസ തരുമായിരുന്നു, അച്ഛൻ സംസാരിക്കും, സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അച്ഛനെ കിട്ടാറില്ല, പൈസ തന്നു കഴിഞ്ഞാൽ എല്ലാം ആകില്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെ ഇവിടെ. എനിക്കൊന്നും അറിയില്ല, ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. രേണു ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയാൽ മതി. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രേണു ചേച്ചി ഓക്കെ ആണെന്ന്. പിന്നെ ആൻഡ് അഗൈൻ ഈ ഷഫീന ബീവിയെ പറ്റിയാണ് പറയുന്നത്. അവർ മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ഫോട്ടോ ആ ഒരു വീഡിയോ കണ്ടപ്പം എന്താണ് അവർ അങ്ങനെ പറയുന്നത്, നോ ഐഡിയ. പിന്നെ ഇന്നലെ ഷഫീന ബീവിയുടെ അക്കൗണ്ടിൽ കണ്ട വേറൊരു കാര്യം ഞാൻ കാണിക്കാം. പുള്ളിക്കാരത്തി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട് താഴെ ഇങ്ങനെ ഒരു കമന്റ് പിൻ ചെയ്തിട്ട് കൊടുക്കുന്നത് കണ്ടു. സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അവന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർ ചെയ്യുക. രാഹുൽ ദാസ് കൊല്ലം സുധി. ബാങ്ക് ഡീറ്റെയിൽസും IFSC കോഡും ബ്രാഞ്ച് നെയിമും അവന്റെ ഗൂഗിൾ പേ നമ്പറും എല്ലാം കൊടുത്തിട്ടാണ് പുള്ളിക്കാരത്തി ഇട്ടേക്കുന്നത്. ഇവന്റെ ലൈഫ് സ്റ്റോറിക്ക് ശേഷം ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അങ്ങാണ്ടാണ് ഇവർ ഈ ഒരു കാര്യം അക്കൗണ്ടിൽ പിൻ ചെയ്ത് വെച്ചത്. ആൻഡ് ഇതിന് ശേഷം നമ്മുടെ ഡാനി സത്യൻ ഒരു വീഡിയോ ഇട്ട സമയത്ത്, ഇതിനെപ്പറ്റി വീഡിയോ ഇട്ട സമയത്ത് കിച്ചു ആ ഒരു വീഡിയോ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു: ഞാനത് കണ്ടില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ കുറെ കാൾ വന്നപ്പോഴാണ് അറിഞ്ഞത്, ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. കിച്ചു ഇവിടെ പറയുന്നത് അവന്റെ അക്കൗണ്ട്, അവന്റെ കയ്യിലുള്ള ഫേസ്ബുക്കിന്റെ അക്കൗണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ല, അവന്റെ കയ്യിലുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ഷഫീന ബീവി അവരുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചത് ഇവൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ കിച്ചുവിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരാള് നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മേടിക്കത്തില്ല. എന്താണെങ്കിലും ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെ മേടിക്കുമ്പോൾ ഉറപ്പായിട്ടും നിനക്ക് ക്യാഷ് ഇട്ട് തരാൻ വേണ്ടിയിട്ടായിരിക്കണമല്ലോ.
അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ നീ കൊടുത്തതും. ആൻഡ് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുമോനെ അത് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇത് കുറെ ആൾക്കാരുടെ അടുത്ത് ചർച്ചയാക്കി ഈ ഒരു സാധനം. മുൻപ് കൊല്ലം സുധി മരിച്ച സമയത്ത് ഒരുപാട് സംഭാവനകൾ കൊല്ലം സുധിയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഇവരുടെ വീടുണ്ടാക്കിയ കോലാഹലങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ പേരിൽ ഇപ്പോഴും അടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കാര്യം നിങ്ങളുടെ പറയാനുള്ളൂ, ഈ പൈസ അയച്ചു കൊടുക്കുന്നവരടുത്ത് പൈസ കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. ആ ചെറുക്കൻ 22 വയസ്സായി, അവൻ അത്യാവശ്യം വേണ്ട പൈസ അവന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ അവന്റെ ചാനലിന്റെ വ്യൂവർഷിപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മിനിമം ഇത്ര രൂപ കിട്ടുമെന്ന്. അത് തരക്കേടില്ലാത്ത ഒരു എമൗണ്ട് അവന് കിട്ടുന്നുണ്ട്. പിന്നെ രേണു സുധിയും അവന് ആവശ്യമുള്ള സമയത്ത് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് 10, 500, 200 ആയിക്കോട്ടെ. 22 വയസ്സുള്ള ചെറുക്കിന് എന്ത് കൂടുതൽ ചെലവ്? അപ്പം കൂടുതൽ പൈസ എങ്ങനെ അയച്ചു കൊടുത്ത് അതൊരു ഇതാക്കണ്ട, മനസ്സിലായോ? പിന്നെ സഹായിക്കാൻ ആഗ്രഹമുള്ളവരല്ലോ ആണെങ്കിൽ അവന് വല്ല ജോലിയും അവന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലതും ചെയ്തു കൊടുക്കുക, വല്ല ജീവിത ഉപാധി വല്ലതും ചെയ്തു കൊടുക്കുക. അല്ലാതെ പൈസ അയച്ചു കൊടുത്തിട്ടുള്ള പരിപാടി അത്ര നല്ലതല്ല. അതിന്റെ ഒരു ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാലേ ഒന്നാമത് പയ്യനാണ്, അവന് മുമ്പ് ഒരു ഹിസ്റ്ററി ഉണ്ട് താനും ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് അത്ര നല്ലതല്ല. ഇത് എന്റെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നത്. നമ്മക്ക് എന്ത് സന്തോഷമാണ് ചേച്ചി കരഞ്ഞ, നമ്മള് കൂടെ കരയത്തില്ലയോ? നമ്മളെന്തിനാ സന്തോഷിക്കുന്നത്? എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂചേട്ടൻ ആൻഡ് ആഫ്റ്റർ സൂചേട്ടൻ, അല്ലെങ്കിൽ ആഫ്റ്റർ സൂചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു എന്തിനാ ഇങ്ങനെ അറിയാവുന്ന ഭാഷ പറഞ്ഞാൽ പോരായോ? ഇങ്ങനെ തപ്പിപ്പറക്ക് ഇംഗ്ലീഷ് പറയുന്നത് എന്തിനാ? ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് പറ. ഇപ്പൊ പൊട്ടിക്കൊന്നും പറയാൻ നിൽക്കാതെ അങ്ങ് പറ ഇങ്ങോട്ട്. പിന്നല്ലാതെ ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങും തീരത്തില്ല. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. പറ ചേച്ചി പറ. ഞെക്കി പിഴിഞ്ഞിട്ട് കണ്ണീരൊന്നും വരുന്നില്ല ഗായ്സ്. എൻ്റെ കണ്ണീര് ഇച്ചിരി എങ്ങാണ്ട് വന്നെന്ന് തോന്നുന്നു. രേണുവിൻ്റെ കണ്ണീന്ന് അതും വന്നില്ല. ആദ്യം ഒഴിച്ച ഗ്ലിസറിനൊക്കെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് വറ്റിയെന്ന് തോന്നുന്നു. അത് അവസാനം ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞിട്ടൊന്നും വരാതിരിക്കുന്നത്. ഞാൻ ഇവരെ കളിയാക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവരുടെ കണ്ണീര് കാണുമ്പോൾ ഫേക്ക് ആണെന്ന് തോന്നാനുള്ള കാരണക്കാരി ഇവർ തന്നെയാണ്. ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും കാണുന്ന രീതിയിൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതേ സമയം തന്നെ ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ ഇവർ പോയിട്ട് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഞാനൊന്ന് കാണിക്കാം. അത് കാണിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കും. ഇത് കണ്ട ഇതൊക്കെയാണ് ഇവർ കൊണ്ടിട്ടേക്കുന്ന ഫോട്ടോസ്. ഒരു വീഡിയോ കാണാം. ഇത് മറ്റേ കരഞ്ഞ് ഇട്ടേക്കുന്ന വീഡിയോയ്ക്ക് ശേഷം വന്ന വീഡിയോ ആണ്. കൂടുതൽ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. രേണുവിന്റെ മനസ്സെന്താണോ? വല്ല സ്വിച്ച് വല്ലതും ആണോ? സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് മാറാൻ വേണ്ടിയിട്ട്? അതോ അന്യന്റെ അമ്പിയുടെ റമോടെ വല്ല ലേഡി വെർഷൻ വല്ലതും ആണോ രേണു സുധി? കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്നിട്ട് കരച്ചിൽ വീഡിയോ, മറ്റേ സൈഡിൽ നിന്നിട്ട് എക്സ്പോസിങ് വീഡിയോ. അതാണ് നിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ഓരോരുത്തരും വന്ന് പറയുന്നത്. നമ്മളൊന്നും അല്ല ഇതിന്റെ കാരണം. വേറൊരു വീഡിയോ കൂടെ കാണിക്കാം, നിങ്ങൾ ഇതുകൂടെ ഒന്ന് കാണും. എങ്ങനെ സാധിക്കുന്നുണ്ട് ഇതൊക്കെ? ഇതെങ്ങനെ സാധിക്കുന്നു? ഒന്നും പറയുന്നു, ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപിടി, എന്തെങ്കിലുമൊക്കെ ചെയ്. ആൻഡ് വേറൊരു വീഡിയോ കൂടെ പുള്ളിക്കാത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഞാനൊന്ന് വെക്കാം. എന്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചെന്നോ? നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത്, കഴിക്കുന്നത്. ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ മനസ്സിലായോ? അന്നത്തെ ദിവസം ആ അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ അതിന് സൂചിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24-ലും ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്ന ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 ആയപ്പോൾ നമ്മുടെ പൊങ്ങന്താനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുതേ. ഞാൻ അവിടെ തളർന്ന് കിടക്കുമായിരുന്നു. ഞാൻ പോയിട്ടില്ല സൂചിച്ചേട്ടനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണമെന്ന് ചോദിച്ചു? നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോൾ ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്?
നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണെങ്കിലും കാര്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിന്റെ ലാസ്റ്റ് വീഡിയോയിൽ ഈ കൊല്ലം സുധി മരിച്ച കാര്യം ഫ്ലവേഴ്സിൽ അനൂപ് ഇവരെ വിളിച്ചറിയിച്ചതിന് ശേഷം ഈ ഡെഡ് ബോഡി കാണാൻ വേണ്ടിയിട്ട് കിച്ചുവും കുറെ ആൾക്കാരും കൂടെ എറണാകുളത്തോട്ട് പോകുന്നുണ്ട്. ആ പോകുന്ന സമയത്തുള്ള കാര്യം കിച്ചു പറയുന്നുണ്ട്. ഇവർ ഭയങ്കര ജില്ലായിട്ടാണ്, ഭയങ്കര DJ സെറ്റപ്പിൽ പോയി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കിച്ചു പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് രേണു പോയെന്നൊന്നും എങ്ങും പറയണില്ല. കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട്, അല്ലെങ്കിൽ രേണുവും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിന്റെ പേരിലും രേണുവിനെതിരെ എഗനിസ്റ്റ് വീഡിയോ ഇട്ടുണ്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് രേണു പറയുന്നത്. ആക്ച്വലി രേണു അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. കിച്ചുവിന്റെ ആ ഒരു വീഡിയോയ്ക്കകത്ത് കിച്ചു ആ പറയുന്ന ഭാഗം ഞാനൊന്ന് വെക്കാം. ആരൊക്കെയാണ് അന്ന് കിച്ചുവിന്റെ കൂടെ പോയതെന്ന് ആ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് കിച്ചു പറയുന്നുണ്ട്. എനിക്ക് അവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നടുത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും? എനിക്ക് ആ ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ ഇരിക്കും. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ എന്ത് ഒന്നും അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരോ എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരും അളിയനും പോവാ. നല്ല ഏറ്റ പള്ളിക്കാരും നല്ല ഏറ്റ അളിയനും. അളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആയിരിക്കണം. സൂപ്പർ അളിയനാണ്, നല്ല ഒന്നാന്തര അളിയനെയാണ് കിട്ടിയേക്കുന്നത്. ഇവരെല്ലാരും കൂടാണ് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ച് DJ പാർട്ടി നടത്തിയിട്ട് ഡെഡ് ബോഡി കാണാൻ പോയ ടീംസ്. അതിന്റെ രേണു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഗൈസ്. സോ നിങ്ങൾ വെറുതെ കാര്യം അറിയാതെ ഈ പാവപ്പെട്ട രേണുവിനെ നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. അവർക്കും വിഷമമൊക്കെ ഇല്ലയോ ഗൈസ്? എത്രമാത്രം ഒരു വിഷമിക്കുന്നുണ്ടാവും. ആ രേണു തന്നെല്ലേടാ ഈ രേണു? ആ രേണു തന്നെയല്ലേ? ഭയങ്കര വിഷമമാണെന്ന് തോന്നുന്നു. തന്റെ വിഷമം തുള്ളി തീർക്കുകയാണ് ഗൈസ് രേണു. ഈ വീഡിയോ ഇട്ടേക്കുന്നത് 24 hour ago. തുള്ളുന്ന വീഡിയോ ഇട്ടേക്കുന്നത് 23 hour ago. സമ്മതിക്കണം. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞ് ഇതിന്റെ മുകളിലോട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് 22 hour ago. ആഹാ, ഇതിനകത്ത് എല്ലാം മറച്ചു വെച്ചോണ്ടാണ്. പക്ഷെ സബ്സ്ക്രിപ്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ മാറും. രേണുവിനെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്നാൽ അട്ടർ ഫേക്ക് ആണെന്ന് അറിയാം. പക്ഷെ അതിനൊരു പരിധി ഉണ്ടല്ലോ. ആ ലിമിറ്റ് എവിടെ വരെ ഉണ്ടെന്നാണ് മനസ്സിലാവാത്തത്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് നിലവിലുള്ള രേണുശുദ്ധി സബ്ജക്റ്റിന്റെ വിശേഷങ്ങൾ. കൂടുതലൊന്നും പറയാൻ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റ്. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ.